കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ആലപ്പുഴയിൽ നിന്നും ബോട്ടിൽ നമുക്കൊരു യാത്ര പോകാം. കുറഞ്ഞ ചിലവേ ഉള്ളൂ. അവിടെ നിന്ന് ഹൗസ് ബോട്ടുകളോ അല്ലാതെ മറ്റു ബോട്ടുകളോ ഒന്നും പിടിക്കണം. സർക്കാരിൻ്റെ ബോട്ട് 2:30 ആലപ്പുഴയിൽ നിന്നും എടുക്കുന്ന ബോട്ട് കോട്ടയം വരെ നീളുന്ന യാത്രയാണ്. കോട്ടയത്ത് ചെന്നാൽ പിന്നെ അവിടുന്ന് ബസ് കയറി വേണം തിരിച്ചു വരാം. നല്ല യാത്രയാണ്. വേമ്പനാട് കായൽ കവർ ചെയ്താണ് പോകുന്നത്. അതല്ല, ബോട്ടിൽ യാത്ര ചെയ്യുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണുള്ളതെങ്കിൽ നമുക്ക് ഇടയ്ക്കിറങ്ങാം. ഇവിടെ മംഗലശ്ശേരി, കാവാലം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇറങ്ങിയിട്ട് തിരികെ സർക്കാരിൻ്റെ ബോട്ട് തന്നെ വരും. എപ്പോഴും ഇതിനകത്ത് വേമ്പനാട് കായലിൽ കൂടി ഇപ്പോൾ ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഏകദേശം 24 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. മംഗലശ്ശേരി വരെ ഏകദേശം ഒരു 3/4 മണിക്കൂർ, 45 മിനിറ്റോളം യാത്രയുണ്ട്. യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് KSRTC ബസ് നിർത്തുന്നത് പോലെ ഓരോ സ്റ്റോപ്പ് നമ്മുടെ ഈ ബോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, ഓരോ സ്റ്റോപ്പിലേക്ക് നിർത്തും. കാരണം ഇവിടെയുള്ള വീട്ടുകാർക്ക്, ഇവിടെ താമസിക്കുന്നവർക്ക് പ്രത്യേകം റോഡും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ബോട്ട് മാത്രമാണ് അവർക്ക് യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. സ്കൂട്ടറോ ബൈക്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഈ ഏരിയയിൽ താമസിക്കുന്നവർക്ക് വീടിന് മുമ്പിൽ വരികയില്ല. ഇവിടെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ബോട്ട് മാത്രമാണ് സഞ്ചാരം. പിന്നെ ഇവിടെ ഉള്ളവർക്ക് കാറോ ബൈക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവരുടെ വീട്ടിൻ്റെ മുമ്പിലല്ല കൊണ്ടുവരുന്നത്. അത് ആലപ്പുഴ ടൗണിൽ എവിടെയെങ്കിലുമാണ് നിർത്തുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സൗകര്യമില്ലല്ലോ, റോഡ് ഒന്നുമില്ല. ഇവർ ഈ വീടിൻ്റെ ഈ വേമ്പനാട് കായലിൻ്റെ 2 സൈഡിലും താമസിക്കുന്നവർക്ക് പ്രത്യേകം റോഡും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് ബോട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ആലപ്പുഴയിൽ പോകുന്നത് എങ്കിൽ ശ്രദ്ധിക്കുക, മംഗലശ്ശേരി വരെയൊക്കെ ടിക്കറ്റ് എടുക്കാവൂ. അത് കഴിഞ്ഞിട്ട് പോകുന്ന യാത്ര റിസ്ക്കാണ്. കാരണം കോട്ടയം വരെയൊക്കെ പോകുമ്പോൾ രാത്രി 6 മണി 7 മണിയൊക്കെ ആവും. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ബസ് കയറി വരുന്നതായിരിക്കും നല്ലത്. ബോട്ടിൽ തന്നെയുള്ള യാത്ര റിസ്ക്കാണ്. കാരണം ഇവിടെ തിരിച്ചെത്തുമ്പോൾ 10-11 മണിയൊക്കെ ആവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവുക എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ KSRTC ബസ് എപ്പോഴും ഉണ്ടാവും. ഈ ഇട റോഡുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മംഗലശ്ശേരി പോലെയുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം വെള്ളമാണ്. ഇതിൽ ചില ബോട്ടുകൾ കാവാലം, കൃഷ്ണപുരം വരെയൊക്കെ പോകുന്ന ബോട്ടുകളുണ്ട്. അതും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോട്ടിലെ കണ്ടക്ടർ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാവാലമൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ബോട്ടിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെങ്ങും തുള്ളി വെള്ളമോ ചായയോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക്കുകൾ എടുക്കാതെ ഇടയ്ക്ക് മംഗലശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് തിരികെ KSRTCയുടെ തന്നെ വണ്ടി വരുന്നുണ്ട്, ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടിൽ കയറി തിരിച്ച് നമുക്ക് ആലപ്പുഴ ജെട്ടിയിലേക്ക് തിരികെ എത്താം. അധികം റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഓൺ റിസ്കിലായിരിക്കണം. യാത്രയൊക്കെ നല്ല രസമാണ്. കാരണം ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ കാണാം, ഒരുപാട് വഞ്ചികൾ കാണാം, കയാക്കുകൾ കാണാം, ഒത്തിരിയും സ്ഥലങ്ങൾ കാണാൻ. നമുക്ക് ഈ വെള്ളത്തിലൂടെയുള്ള യാത്ര നല്ല രസമാണ്. പിന്നെ ഇവിടെയുള്ളവർക്ക് ഇതൊരു സ്ഥിരം യാത്ര ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവില്ല. നമ്മളെപ്പോലെ ഉള്ളവർക്ക്, പുറത്തു നിന്ന് വരുന്നവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം തീവണ്ടിയുടെ ശബ്ദം കേട്ടാലേ ഉറങ്ങൂ എന്ന ചില ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ബോട്ട് യാത്ര എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യമല്ല എങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്.